السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. الحمد لله അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സൂറത്തു ദുഹ അവസാനിച്ചിരിക്കുകയാണ്. സൂറത്തു നബ മുതൽ സൂറത്തു ദുഹ വരെ നമ്മൾ പഠനം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പുതിയ സൂറത്ത്, പുതിയ പാഠം ആരംഭിക്കാവുന്നതാണ്. സൂറത്തു ശർഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരെയുമുള്ള നമ്മുടെ പഠനത്തെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മുന്നോട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ സൽക്കർമ്മത്തെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. ഈ പാഠം ശ്രദ്ധിക്കുക, എന്നോടൊപ്പം പാരായണം ചെയ്യുക. സൂറത്തു ശർഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك. ألم نشرح لك صدرك. ألم نشرح لك صدرك. അലം, ആ മീം മണിക്കാൻ പാടില്ല. അലം എന്ന് ഉച്ചരിക്കാൻ പാടില്ല. അലം നഷ്റഹ്, നഷ്റഹ് എന്നാണ് ഉച്ചരിക്കേണ്ടത്. നഷ്റഹ് അതില്ലെങ്കിൽ നഷ്റഹ് എന്നൊന്നും ഉച്ചരിക്കാൻ പാടില്ല. ഷീൻ ഖൽഖല അല്ലാത്തത് കൊണ്ട് നഷ് എന്നൊരു ഉച്ചാരണമല്ല അവിടെ വരേണ്ടത്. നഷ്റഹ് ഹായാണ്, അവസാനം ഹായാണ്, തൊണ്ടയുടെ നടുക്ക് നിന്ന് പുറപ്പെടുന്ന അക്ഷരം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹായും നഷ്റഹ് എന്നാകാൻ പാടില്ല. അലം നഷ്റഹ് ലക സദ്റക്. ലക സദ്, ദാൽ ഖൽഖല, ദാൽ ഖൽഖല. സദ്, സദ്, ദ് എന്നൊരു ഉച്ചാരണം അവിടെ വരണം. സദ്റക്. കാഫ് ഉച്ചരിക്കുമ്പോൾ സദ്റക് എന്ന് വരാൻ പാടില്ല. സദ്റക്, സദ്റക്. അതായത് കാഫിനെ ഖൽഖല ചെയ്യാൻ പാടില്ല. അലം നഷ്റഹ് ലക സദ്റക്, ഇങ്ങനെ വേണം ഓതാൻ. അലം നഷ്റഹ് ലക സദ്റക് വവദഅനാ അൻക വിസ്റക്. ووضعنا ووضعنا വവ രണ്ട് വാവുണ്ട്. വവضعنا ഇവിടെ ഐനാണ്. വവض എന്നുച്ചരിക്കാൻ പാടില്ല. വവضعنا ബോദ്, നാവിൻ്റെ ഈ ഭാഗം, അത് അണപ്പല്ലുമായിട്ട് ചേർത്തുകൊണ്ട്. ووضعنا ووضعنا عنك
ഈ കാണുന്ന സുക്കൂനുള്ള നൂനിനെ മൂക്കിൽ മറച്ച് മണിക്കണം. വിസ്റക് 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 എന്ന് ഉച്ചരിക്കരുത്. വിസ് എന്ന് വരാൻ പാടില്ല. കാരണം സ കൽക്കലയുടെ അക്ഷരം അല്ല. എന്താണ് കൽക്കലയുടെ അക്ഷരം? എന്താണ് കൽക്കല? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഒന്നുകൂടെ ഒന്ന് പറയുകയാണ് ഓർമ്മിക്കാൻ വേണ്ടി. ഖാഫ് ത ഖാഫ് ത ബ ജീം ദാൽ. ഈ 5 അക്ഷരങ്ങൾക്കാണ് ഖൽഖലയുടെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഈ അക്ഷരങ്ങൾക്ക് സുക്കൂൻ വന്നു കഴിഞ്ഞാൽ അതിനെ ഖാഫിന് സുക്കൂൻ വന്നാൽ ഖ്, താക്ക് സുക്കൂൻ വന്നാൽ ത്, ബാക്ക് വന്നാൽ ബ്, ജീമിന് വന്നാൽ ജ്, ദാലിന് വന്നാൽ ദ് എന്നാണ് ഉച്ചരിക്കുന്നത്. ഇതിൽ പെടാത്ത അക്ഷരങ്ങൾക്ക് സുക്കൂൻ വന്നാൽ അത് കൽക്കല ചെയ്യുകയില്ല. അതാണ് ഇവിടെ പ്രത്യേകം പറയുന്നത്. വിസ് കൽക്കല പാടില്ല. കാരണം സ എന്ന അക്ഷരം കൽക്കലയുടെ അക്ഷരം അല്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ സായ കൽക്കല വിസ് എന്നൊരു ശബ്ദം വരാൻ പാടില്ല. വിസ്റക് വിസ്റക് ووضعنا عنك وزرك ووضعنا عنك وزرك ووضعنا عنك وزرك الذي أنقض ظهرك الذي أنقض الذي 4 അലിഫ് അവിടെ നീട്ടണം. മദ് മുൻഫസിലാണ്. 4 5 അലിഫ്. الذي أنقض ഈ കാണുന്ന സുക്കൂനുള്ള നൂനിനെ മൂക്കിൽ മറച്ച് മണിക്കണം. ظهرك ظهرك الذي أنقض ظهرك الذي أنقض ظهرك أنقض ضاد കഴിഞ്ഞ് ലോ ആണ്. ഇവിടെ തെറ്റാനേക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെയൊക്കെ പലതും ഓതിപ്പോവും. അതൊന്നും പാടില്ല. ഓരോ അക്ഷരത്തെയും അതിൻ്റെതായ രീതിയിൽ വേണം ഉച്ചരിക്കാൻ. ഈ ഹ അതും കൽക്കല ചെയ്യാൻ പാടില്ല. വഹ് എന്നാവാൻ പാടില്ല. വഹ്റക് വറഫഅനാ 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 ലക സിക്റക് സിക്റക് കാഫ് സുക്കൂനുള്ള കാഫ് കൽക്കല ചെയ്യാൻ പാടില്ല. സിക്റക് ورفعنا لك ذكرك
4 ആയത്തുകൾ ആണ് നമ്മുടെ ഇന്നത്തെ പാഠം. ഞാൻ ഒരു പ്രാവശ്യം പാരായണം ചെയ്യും, എന്നോടൊപ്പം ഈ ആയത്തുകൾ പാരായണം ചെയ്യുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക് ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പഠനത്തെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.